ടി ജി, ഒരു കാലത്ത് ലോകത്ത് തന്നെ ഏറ്റവും ഭീകര സംഘടനകൾ, ഏറ്റവും ശക്തിയുള്ള ഭീകര സംഘടനകളിൽ ആദ്യത്തെ സ്ഥാനങ്ങളിൽ വന്ന ഒരു സംഘടനയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ്, അതായത് നക്സൽ പ്രസ്ഥാനങ്ങൾ. പ്രത്യേകിച്ചും ഇന്ത്യയിലെ അവരുടെ ആക്രമണങ്ങൾ കൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് അവരെത്തിയത്. പക്ഷേ ഈ അടുത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചു 2026 മാർച്ചിന് മുന്നേ ഇന്ത്യ നക്സൽ ഫ്രീ ആക്കും, അതായത് പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു. ഈ അടുത്ത സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ കൊല്ലപ്പെട്ടു. സായുധ പോരാട്ടത്തിലെ ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേന കൊലപ്പെടുത്തി. അപ്പോൾ ഒരു കാലത്ത് റെഡ് കോറിഡോർ, ഇന്ത്യയെ വിഭജിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് ഒരു മേഖല മുഴുവൻ ചുവപ്പൻ ഭരണത്തിന് കീഴിലാക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ച് വലിയ ഇതിൽ നടന്നിരുന്ന ആ ഒരു കമ്മ്യൂണിസ്റ്റ് ഭീകര പ്രസ്ഥാനങ്ങൾ ചുരുങ്ങുകയാണ്. എന്ത് തോന്നുന്നു ഇതിനെക്കുറിച്ച്? ഒരു കാലത്ത് അവരും അത് മോഹിച്ചിരുന്നു. അതായത് വടക്ക് നേപ്പാൾ മുതൽ തെക്ക് ആന്ധ്ര വരെ ഉള്ള ജില്ലകൾ എല്ലാം അവരുടെ പ്രഭാവത്തിലായിരുന്നു. ഭരണത്തിൽ എന്ന് പറയാൻ പാടില്ല, ബട്ട് ചില ജില്ലകളൊക്കെ അവർ ഭരിച്ചിരുന്നു. അഡ്മിനിസ്ട്രേഷൻ അവരുടെ കയ്യിലായിരുന്നു. ജില്ലാ കളക്ടർമാരെ പിടിച്ചുകൊണ്ട് പോയിട്ട് വിലപേശുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന അവസ്ഥയിലെത്തിയിരുന്നു അവർ. ഒരുപാട് പേരെ വെടിവെച്ച് കൊന്നു. CRPFകാരെ കൊന്നു. കോൺഗ്രസിൻ്റെ നേതാക്കളുടെ വലിയൊരു സംഘം കാറിൽ കോൺവോയ് ആയിട്ട് പോകുമ്പോൾ അവരെ വെടിവെച്ച് കൊന്നു. ഇങ്ങനെ ഒരുപാട് അക്രമങ്ങൾ ചെയ്തു. ദർ ഈസ് നോ കമ്പാരിസൺ ബിറ്റ്വീൻ നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന നക്സൽ എന്ന് പറയുന്നവരുണ്ടല്ല, അവരും ഇവരും തമ്മിൽ ഒരു കമ്പാരിസണുമില്ല. ഇവർ ശുദ്ധ ദുഷ്ടന്മാരും തോക്കിൻ കുഴലിലൂടെ അധികാരം പിടിച്ചെടുക്കുക, ആർക്കും ഒന്നും കൊടുക്കാതെ തങ്ങളുടെ കൈപ്പിടിയിലാക്കുക, പൈസ വാങ്ങുക, എക്സ്റ്റോർഷൻ അതിഭീകരമായിട്ട്. ഇവർ പറയുന്നത് ഞങ്ങൾ വനവാസികളെ രക്ഷിക്കാനായിട്ട് ഇറങ്ങിയവരാണെന്ന്. അങ്ങനെയൊന്നുമല്ല. വനവാസികളെ ഇവർ ബ്ലാക്ക്മെയിൽ ചെയ്യും, ഭീഷണിപ്പെടുത്തും. ഇവർക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഇവർ കൊന്നുകളയും. അങ്ങനെ കൊള്ളക്കാരുടെ ഒരു വർഗമായിട്ടാണ് ഇവർ വന്നത്. ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ പറഞ്ഞില്ലേ അവരോട് സംസാരിക്കാമായിരുന്നു. സംസാരിക്കാൻ അവർ തയ്യാറില്ല. അവർ തോക്കിലൂടെ സംസാരിക്കുകയുള്ളൂ. മനസ്സിലാകുന്ന ഭാഷ അതാണ്. അതേ ഭാഷയിൽ തിരിച്ചടിച്ച് ഇത് കുറച്ച് ഈ 2026 കഴിയുമ്പോൾ ഏകദേശം തീർന്നു എന്നുള്ള പിന്നെയും ഉണ്ടാകും. അവിടെ ഇവിടെ ഇരുന്ന് ലഘുലേഖ എഴുതുക, മുദ്രാവാക്യം വിളിക്കുക ഒക്കെ ചെയ്യുന്നവരുണ്ടാകും. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. എൻ്റെ നാട്ടിൻപുറത്ത് നക്സലിസമൊക്കെ തീർന്ന് എല്ലാം കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ 90കളിൽ ഒരു 5-6 ചെറുപ്പക്കാർ ഇടിവെട്ട് പോലെ മുദ്രാവാക്യമൊക്കെ വിളിച്ച് പോകുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചില്ലറ കാര്യങ്ങളുണ്ടായിക്കൊണ്ടിരിക്കും. ബട്ട് മെയിൻ ആൾക്കാരെല്ലാം പോകും. കാരണം അവരുടെ ഇൻറ്റൻഷൻ ശരിയല്ല. അവർ വനവാസിക്ക് വേണ്ടിയിട്ടോ നാട് നന്നാക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഒരു സായുധ കൊള്ള സംഘം വിദേശ സഹായത്തോടു കൂടി നമ്മുടെ രാജ്യം പിടിച്ചടക്കാനായിട്ട് തീരുമാനിച്ച് ഇറങ്ങിയവർ. അതാണ് ഈ പറഞ്ഞ CPI മാവോയിസ്റ്റ്.